നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് കൺവേർഷൻ ആണ്. അതായത് ഏതൊക്കെ നമ്മുടെ യൂണിറ്റ്, സെന്റിമീറ്റർ, മീറ്റർ അല്ലേ, ഇതിനൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം, കിലോഗ്രാമിനെ ഗ്രാം ആക്കണം, ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കണം, ഇങ്ങനെ കൺവേർഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട്, അത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ അത് നമുക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് കിലോമീറ്റർ, അതായത് മീറ്ററിന്റെ സെക്ഷൻ നോക്കാം. അതായത് ഫസ്റ്റ് കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. ഇവിടെ നമുക്കറിയാം ഇവിടെ ഏറ്റവും ചെറുത് ആരാണ്? മില്ലിമീറ്ററും ഇവിടെ ഏറ്റവും വലുത് ആരാണ്? കിലോമീറ്ററും ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് മില്ലിമീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ. ഇപ്പൊ നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. ഈ 2 സെന്റിമീറ്ററിന്റെയും ഇടയിൽ കുറെ കുഞ്ഞി 10 ലൈൻസ് ഉണ്ട് അല്ലേ. അതിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മില്ലിമീറ്റർ ആണ്. അപ്പോൾ 2 സെന്റിമീറ്ററിന്റെ ഇടയിൽ 10 ലൈൻസ് വരുമ്പോൾ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ് എന്ത്? ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ മില്ലിമീറ്റർക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? മില്ലിമീറ്റർ നമ്മളിപ്പോൾ ഒരു പെൻസിലിന്റെ ഒക്കെ വിഡ്ത്ത് നോക്കാനൊക്കെ ആയിട്ട്, അതായത് ചെറിയ സാധനങ്ങളുടെയൊക്കെ മെഷർമെന്റ് നോക്കാനായിട്ടൊക്കെയാണ് നമ്മൾ മില്ലിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സെന്റിമീറ്റർ. എന്താണ് സെന്റിമീറ്റർ? എന്തിനായിരിക്കും നമ്മുടെ കയ്യിൽ മോസ്റ്റ്ലി എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഒരു 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയിലൊക്കെ ഉണ്ടാവും അല്ലേ. അവരെന്തിനായിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഒരു പെന്നിന്, ഒന്നല്ലെങ്കിൽ പെന്നിന്റെ ലെങ്ത് അളക്കുക, അതായത് ചെറിയ സാധനങ്ങളുടെയൊക്കെ ലെങ്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ലെങ്ത് അളക്കാൻ പറ്റിയത്. അതായത് ഇപ്പൊ ഒരു ബുക്കിന്റെ ലെങ്ത് അളക്കുക, ബ്രെഡ്ത്ത് അളക്കുക, ഇതൊക്കെ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യും. അതാണ് സെന്റിമീറ്ററിന്റെ ഉപയോഗം. ഇനി നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മീറ്റർ നമ്മളിപ്പോ റൂമിന്റെ ഒക്കെ, ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ ഹാളിന്റെ ഒക്കെ നമ്മളിത് പറയാനായിട്ട്, അളവൊക്കെ പറയാനായിട്ട് നമ്മൾ മീറ്ററിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്താണ് സെന്റിമീറ്റർ? അതായത് 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലുത് ആരാണ്? കിലോമീറ്റർ. നമുക്കറിയാലേ 1000 കിലോമീറ്റർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകണം, നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഇതാണ്, അങ്ങോട്ട് പോകാനായിട്ട് 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് പറയൂ അല്ലേ. അതെന്തുകൊണ്ടാണ്? അത്രയും വലിയ ദൂരം അല്ലേ, നമുക്കത് സ്കെയിൽ വെച്ച് അളന്ന് തീരാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുന്നത്? സെന്റിമീറ്ററിലാണ് പറയുന്നത്. അല്ല, നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് പറയുന്നത് എന്താണ്? ഇത്രയും കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് കിലോമീറ്റർ. അപ്പൊ 1000 എന്താണ്? മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഇനി നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണോ അല്ലെ. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാറ്? ഒന്നല്ലെങ്കിൽ കിലോമീറ്ററിനെ മീറ്റർ ആക്കുക, അല്ലെങ്കിൽ എന്താണ് മീറ്ററിനെ കിലോമീറ്റർ ആക്കുക, അല്ലെങ്കിൽ മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കുക. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം, അതായത് വലുതിനെ ചെറുതാക്കണം. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇൻറ്റു 1000 ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്താൽ മതി. ഇവിടെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിനെ സെന്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? സെയിം തന്നെ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എത്രയാണ് എഴുതി വെച്ചത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെറുതിനെ വലുതാക്കണം. അതായത് ഈ മില്ലിമീറ്ററിനൊക്കെ എന്താക്കണം? സെന്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സെയിം നമ്പർ തന്നെ, ഈ സെയിം നമ്പർ തന്നെയായിരിക്കും. എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷന് പകരം അവിടെ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാലോ ഇവിടെ 1000 ആണ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 1000 ചെയ്യണം. ഇതാണ് നമ്മുടെ കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്ററിന്റെ ഗ്രാഫ്. അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ് സെന്റിമീറ്റർ മീറ്ററിന്റെ ഇടയിൽ ഒരു 10, അതായത് നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് 1 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ, 1000 മീറ്റർ എന്ന് പറഞ്ഞാലാണ് 1 കിലോമീറ്റർ ആവുന്നത്. അപ്പൊ വലുതിനെ ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യണം. ചെറുതിനെ വലുതാക്കാൻ ഡിവൈഡും ചെയ്യണം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പൊ എനിക്ക് 1 കിലോമീറ്ററിനെ എന്താക്കി മാറ്റണം? മീറ്റർ ആക്കി മാറ്റണം അല്ലെ. മീറ്റർ ആക്കി മാറ്റണം. അതായത് 1 കിലോമീറ്ററിനെ മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 1 × 1000 ചെയ്യണം. 1 × 1000 സിമ്പിൾ ആണ് അല്ലെ, 1000 മീറ്റർ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ, എനിക്ക് 1 കിലോമീറ്ററിനെ എന്താക്കണം?
മില്ലിമീറ്റർ ആക്കണം. 1 കിലോമീറ്ററിനെ മില്ലിമീറ്റർ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. 1 2 3 4 5 6 അല്ലേ. 1 2 3 4 5 6. ഇത് 1 കിലോമീറ്റർ അല്ലേ. ഇത് വെച്ച് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് 1 ആണ് അല്ലേ. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 10 lakh millimeter എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ വലുതിനെ ചെറുതാക്കി ചെയ്തത്. ഇനി ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ എനിക്ക് 1 മില്ലിമീറ്ററിനെ എന്താക്കി ഡിവൈഡ് ചെയ്യണം? ഒരു മീറ്റർ ആയിട്ട് മാറ്റണം, കൺവേർട്ട് ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ ഇവിടെ നോക്കിക്ക്, ഇവിടെ ഇപ്പൊ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ ഇപ്പൊ 1000 ചെയ്യണം. എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ഇവിടെ 1 അല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ 1/1000 ചെയ്യുമ്പോൾ ഇതാണ് കൺവേർഷൻ. ഇത് നോക്കിക്കേ, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 1 സെന്റിമീറ്ററിനെ എന്താക്കണം? കിലോമീറ്റർ ആക്കണം. 1 സെന്റിമീറ്റർ, അതായത് 1 സെന്റിമീറ്ററിന് കിലോമീറ്റർ ആണ്. നമുക്ക് അറിയാം ഡിവിഷൻ ആണെന്ന് അറിയാം. പക്ഷെ എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സെന്റിമീറ്റർ ആണ്, കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ സീറോസ് നോക്കാം. എത്ര സീറോ ഉണ്ട്? 3 4 5 അല്ലേ. അപ്പോ 1 3 4 5 ഇത്രയും സീറോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യന് 1 ആണെങ്കിൽ 1. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ 2 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 2 ഡിവൈഡഡ് ബൈ അല്ലെ, 2 ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ. ഇതിപ്പോ നമ്മൾ പഠിച്ചത് കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ആണ്. ഈ ഒരു ഗ്രാഫ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ, സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം. നമുക്കറിയാം മില്ലിഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മില്ലിഗ്രാമിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാരസെറ്റാമോൾ അല്ലെ, ഡോളോ ഒക്കെ എത്രയും 500 mg എന്നൊക്കെ പറയില്ല. അതായത് നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ mg-യിലാണ് പറയുന്നത്. അതാണ് മില്ലിഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1000 മില്ലിഗ്രാം ആണ് ഒരു ഗ്രാം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഗ്രാം റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ജീരകോ അല്ലെങ്കിൽ ഇഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ഇത്ര ഗ്രാമിന് എടുക്കാൻ പറയും അല്ലെ. ചെറിയ ഇപ്പൊ പച്ചമുളകൊക്കെ ആണെങ്കിൽ 100 ഗ്രാമിന് പച്ചമുളക്, ഇങ്ങനെ നമ്മൾ കടയിൽ പോയി ഗ്രാം കണക്ക് പറയുന്നത്. അപ്പൊ ഇതാണ് എന്താണ്? 1000 മില്ലി, അതായത് 1000 മില്ലിഗ്രാം കൂടുമ്പോഴാണ് ഒരു ഗ്രാം ആവുന്നത്. നമ്മൾ ഗോൾഡ് ഒക്കെ മേടിക്കാൻ പോകണമെങ്കിൽ എന്താണ്? ഒരു പവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഗ്രാം ആണ് അല്ലെ. അവിടെയും ഗ്രാമിന്റെ കണക്കാണ്. നെക്സ്റ്റ്, ഇനി ഏറ്റവും വലുതാരാണ്? കിലോഗ്രാം ആണ്. അപ്പോ എത്രയാണ്? ഇവിടെ ഒരു 1000 ഗ്രാം ആവുമ്പോഴാണ്, 1000 ഗ്രാം കൂടുമ്പോഴാണ് ഒരു കിലോഗ്രാം ആവുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇവിടെ മറ്റേന്ന് പറഞ്ഞാൽ 10 100 1000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ സെയിം തന്നെയാണ്, 1000 തന്നെയാണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ കിലോഗ്രാമിനെ ഗ്രാം ആക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിലുള്ള എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇൻറ്റു 1000 ചെയ്യണം. ഗ്രാമിനെ മില്ലിഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. റിവേഴ്സ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അതായത് മില്ലിഗ്രാമിനെ ചെറുതിനെ വലുതാക്കാനായിട്ട് എന്ത് ചെയ്യണം? സെയിം തന്നെ ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ച് തന്നെ? ഈ സെയിം നമ്പർ, അതായത് 1000 വെച്ച് തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഗ്രാമിനെ കിലോഗ്രാം ആക്കാനും സെയിം തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഈ ഗ്രാഫ് സിമ്പിൾ അല്ലേ? മറ്റേ ഗ്രാഫിനെ അപേക്ഷിച്ച് ഇച്ചിരി സിമ്പിൾ ആണ് അല്ലേ? കാരണം മറ്റേതിലെന്ന് പറഞ്ഞാൽ 10 100 1000 അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം 1000 മില്ലി കൂടുമ്പോഴാണ് ഒരു ഗ്രാം വരുന്നത്. ഒരു 1000 ഗ്രാം കൂടുമ്പോഴാണ് ഇവിടെ കിലോഗ്രാം വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു തൂക്കമൊക്കെ പറയുമ്പോഴാണ് അല്ലെ, സാധനങ്ങളുടെ വെയിറ്റ് ഒക്കെ പറയാൻ വേണ്ടിയാണ് ഈ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിയാലോ. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എനിക്ക് 1 കിലോഗ്രാമിനെ മില്ലിഗ്രാം ആക്കണം. അതായത് 1 kg-നെ എന്താക്കണം? മില്ലിഗ്രാം ആക്കണം. ഇവിടെ 1 kg-നെ മില്ലിഗ്രാം ആക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ 1 ആണല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ 1 തന്നെയാണ്. പിന്നെ ഇവിടെ എത്ര സീറോ ഉണ്ട്? 6 സീറോ ഉണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ 1 കിലോനെ മില്ലിഗ്രാം ആക്കിയപ്പോ എത്ര? 6 സീറോ വന്നു. അതായത് 10 lakh എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മില്ലിഗ്രാമിനെ 1 മില്ലിഗ്രാമിനെ എന്താക്കണം?
ഒരു ഗ്രാം ആക്കണം. മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാൻ ഇവിടെ ഡിവിഷൻ ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 1000. എന്ത് ഡിവൈഡ് ബൈ 1000? 1 അല്ലെ, 1 ഡിവൈഡഡ് ബൈ 1000. ഇതാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മില്ലിഗ്രാമിനെ കിലോഗ്രാം ആക്കണം. അതായത് ഒരു മില്ലിഗ്രാമിനെ എനിക്ക് എന്താക്കണം, കിലോഗ്രാം ആണ് ആക്കേണ്ടത്. കിലോഗ്രാം ആക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 എത്ര 0 വരും? 6 zeros വരും അല്ലേ. അതായത് ഇവിടെ 10 lakh എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ കൺവേർഷൻ. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് 2 കിലോനെ എന്താക്കണം, 2 കിലോനെ ഗ്രാം ആക്കണം. 2 കിലോനെ ഗ്രാം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു എന്ത് ചെയ്യണം, 2 ഇൻറ്റു 1000 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2 ഇൻറ്റു 1000 2000 ഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ പറഞ്ഞു. അതേപോലെ തന്നെ കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം പറഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു യൂണിറ്റ് ആണ് കിലോ, ലിറ്റർ, ലിറ്റർ, മില്ലി ലിറ്റർ. ഇപ്പൊ നമ്മൾ പാല് അല്ലെ, ഇതൊക്കെ നമ്മൾ ലിറ്റർ കണക്കിലല്ലേ പറയുന്നത്. ഇപ്പോൾ 1/2 ലിറ്റർ പാല്, അതായത് 500 ml പാല്, ഇതൊക്കെയാണ് നമ്മൾ ലിറ്റർ, മില്ലി ലിറ്റർ എന്ന് പറയുന്ന കണക്കിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ഓയിലൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ, ഓയിൽ വാങ്ങിക്കുമ്പോഴേക്കാ 1/2 ലിറ്ററിന്റെ ഓയിൽ, 500 ml ഓയിൽ അല്ലെങ്കിൽ 1 ലിറ്റർ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബോട്ടിൽ വാട്ടർ, 1 ലിറ്ററിന്റെ ബോട്ടിൽ വാട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ 1 ലിറ്റർ എന്നൊക്കെ നമ്മൾ ലിറ്റർ കണക്കാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്കറിയാം ഏറ്റവും ചെറുത് മില്ലി ലിറ്ററും ഏറ്റവും വലുത് ഇവിടെ എന്താണ്, കിലോ ലിറ്ററും ആണ്. അപ്പൊ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 1000 മില്ലി ലിറ്റർ ആണ് എന്ത്, ഒരു ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ 1000 ലിറ്റർ ആണ് ഒരു കിലോ ലിറ്റർ എന്ന് പറയുന്നത്. നോക്കാം, 1000 മില്ലി ലിറ്റർ എന്താണ്, ഒരു ലിറ്ററും 1000 ലിറ്റർ ഒരു കിലോ ലിറ്ററും ആണ്. നേരത്തെ നമ്മൾ കിലോഗ്രാം ചെയ്ത സെയിം തന്നെ 1000 തന്നെയാണ്. അതായത് ഇപ്പൊ കിലോ ലിറ്ററിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്യണം. ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്യണം. ചെറുതിനെ വലുതാക്കാൻ, അതായത് മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ലിറ്ററിനെ കിലോ ലിറ്റർ ആക്കാൻ സെയിം തന്നെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. സെയിം തന്നെ നമ്മൾ കിലോഗ്രാമിന്റെ കേസിൽ പറഞ്ഞ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് കിലോ ലിറ്റർ, ലിറ്ററും മില്ലി ലിറ്ററിന്റെ കേസിലും. നമുക്കത് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് നമുക്ക് ചെയ്യാം. ഒരു കിലോ ലിറ്ററിനെ എനിക്കത് മില്ലി ലിറ്റർ ആക്കണം അല്ലേ. അപ്പൊ ഇവിടെ അറിയാം വലുതിനെ ചെറുതാക്കണമെങ്കിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പൊ 1 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 1 ഇൻറ്റു ഇത് ചെയ്യണം അല്ലെ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് കിട്ടും, 60. അപ്പൊ ഏതാ 10 lakh എന്ന് കിട്ടി അല്ലെ, 10 lakh മില്ലി ലിറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം മില്ലി ലിറ്ററിനെ എന്ത് ചെയ്യണം, ഒരു മില്ലി ലിറ്ററിനെ എനിക്ക് എന്താക്കണം, കിലോ ലിറ്റർ ആക്കണം. കിലോ ലിറ്റർ, അപ്പൊ മില്ലി ലിറ്ററിനെ കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതാക്കാം. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ എന്തായിരിക്കും, ഡിവൈഡഡ് ആയിരിക്കും അല്ലെ. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000ഉം കിലോ ലിറ്ററും ഇല്ലേ. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോ കിട്ടും, 60 കിട്ടും. ഇവിടെ എന്താണ് 10 lakh വെച്ച് ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇവിടെ 1 ആയതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ 10 lakh ചെയ്യും. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ 2 കിലോ ലിറ്ററിനെ എനിക്ക് എന്താക്കണം, 2 കിലോ ലിറ്ററിനെ ലിറ്റർ ആക്കണം. അതായത് വലുതിനെ ചെറുതാക്കണം. അപ്പൊ 2 ഇൻറ്റു എന്ത് ചെയ്യണം, 2 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 2000 ലിറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കിലോ ലിറ്ററിനെ ലിറ്ററും മില്ലി ലിറ്ററും നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ടും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കിലോഗ്രാമിന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. ഓക്കെ, അതായത് ചെറുതിനെ വലുതാക്കാൻ ഡിവൈഡും വലുതിനെ ചെറുതാക്കാൻ മൾട്ടിപ്ലിക്കേഷനും ആണെന്ന് എപ്പോഴും ഓർത്തു വെക്കാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച മെയിൻ കാര്യങ്ങൾ, അതായത് ഈ 3 ഗ്രാഫുകൾ ഓർത്തു വെക്കുക. കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്ററിന് ഇത് എന്താക്കുക, ഇത് മാത്രമല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, കിലോ ലിറ്റർ, ലിറ്റർ, മില്ലി ലിറ്റർ ഒക്കെ സെയിം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാത്രം എന്താണ്, 10 millimeter ആകുമ്പോഴാണ് ഒരു സെന്റിമീറ്ററും, 100 centimeter ആകുമ്പോഴാണ് ഒരു മീറ്ററും, 1000 meter ആകുമ്പോഴാണ് അതൊരു കിലോമീറ്റർ ആവുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ 100 milligram എന്ന് പറഞ്ഞാലാണ് ഒരു ഗ്രാം, 1000 milligram എന്ന് പറഞ്ഞാലാണ് ഒരു ഗ്രാം, 1000 gram എന്ന് പറഞ്ഞാലാണ് ഒരു കിലോഗ്രാം ആവുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ. ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇതേപോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ബാക്കി പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പൊ ഈ കൺവേർഷൻ അറിഞ്ഞിരുന്നാലാണ് ബാക്കി സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, എന്റെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ടിപ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്